എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം. ഇന്ന് കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ. നിസ്സാരമായ ഒരു സാധനം കൊണ്ട് ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാണ്. നമ്മൾ അരി ഉണ്ടല്ലോ, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരിയാണ്. ആ വെള്ള അരിക്ക് നമ്മളിന്ന് ബിരിയാണി വയ്ക്കാൻ പോവുകയാണ്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്. ഞാൻ ഞങ്ങളിന്ന് കുറച്ച് 2 പേരല്ലേ ഉള്ളൂ. ഒരു ഗ്ലാസ് ബിരിയാണി റേഷൻ കടയിലെ നല്ല വെള്ള അരിയാണിത് കേട്ടോ. കനമില്ലാത്ത വെള്ളയരി. ആ അരിക്കകത്താണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് അരിയെല്ലാം ഒന്ന് കഴുകി ഇടാം. അരിക്കകത്ത് നമ്മൾ ഇടേണ്ട സാധനങ്ങൾ: നമ്മൾ വെള്ളത്തിനകത്ത് 2 പട്ട, ഒരു ലീഫ്, കുറച്ച് ഏലയ്ക്ക, ഒരു കച്ചോലം, ഇത്രയും സാധനങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കും. നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ബിരിയാണിയുടെ ആവശ്യത്തിനുള്ള എല്ലാം ഇതിനകത്തിട്ട് തിളപ്പിക്കണം. നല്ല തിളയ്ക്കണം. തിളച്ച് അതിൻ്റെ നീരെല്ലാം ഇറങ്ങി നല്ല 2-3 തിളപ്പ് ഇളക്കിയതിന് ശേഷം മാത്രം അരി നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് അതിനകത്തിടണം. നമുക്ക് അരി കഴുകി നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരാം. നമ്മുടെ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് അതിലൊഴിക്കണം. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി ഇടണം. ഇത് 2 വിസിൽ കേൾക്കുന്ന ഉടനെ ഓഫ് ആക്കിയിട്ട് അപ്പോഴും തന്നെ ഇത് ഏറ് കളഞ്ഞ് വെള്ളത്തിൽ ഊറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ട് അടച്ചിട്ട് 2 വിസിലിട്ടു. ഇനി 2 വിസിൽ. അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. നമ്മൾ ചിക്കൻ്റെ അരപ്പാണ് ചേർക്കാൻ പോകുന്നത്. 2 പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 സ്പൂൺ മതി പെരിഞ്ജീരകം, 2 ഏലയ്ക്ക, ഒരു തുണ്ട് ഇഞ്ചി. കുറച്ച് അരി എടുത്തുക്കുന്നുള്ളൂ, അതനുസരിച്ചുള്ള 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വെളുത്തുള്ളി എടുത്തോണം, ഇഞ്ചി എടുത്തോണം. 2 തുണ്ട് വെളുത്തുള്ളി. മസാല വേണ്ടുന്ന മസാലയാണ്. പിന്നെ നമ്മളെല്ലായ്പ്പോഴും ചിക്കൻ മസാലയല്ലേ ചേർക്കുന്നത്. ഇപ്പോൾ ചിക്കൻ മസാല ചേർക്കണ്ട, അതിന് പകരം മീറ്റ് മസാല ചേർക്കണം. അതാണ് ടേസ്റ്റ്. മീറ്റ് മസാല. പിന്നെ 1 സ്പൂൺ ഗരം മസാല. ഇത്രയും സാധനം. കുറച്ച് മല്ലിയില. ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് അരച്ചുകൊണ്ട് വരണം. നമ്മളങ്ങനെ ചിക്കന് വേണ്ടുന്ന പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, പെരിഞ്ജീരകം, ഒരു സ്പൂൺ മീറ്റ് മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇനി ഒരു ചെറിയ സ്പൂൺ തൈര്. അതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. ഇത്രയും സാധനം ഇട്ട് നല്ലോണം വരവണം. ഇത് വെച്ചേക്കൊന്നും വേണ്ട, അപ്പോഴും തന്നെ ഇത് കറിയാണ്. അല്ലല്ലേ ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ സവാളയും കറിവേപ്പിലയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വറുത്ത് തന്നെ വെച്ചേക്കണം. 1 വിസിലായി കേട്ടോ. ഇത് തന്നെ വറുത്ത് വെച്ചേക്കണം. അതും ഇതിൻ്റെ കൂടെ തട്ടണം. എന്നിട്ട് തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ ഇടണം. എന്നിട്ട് ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യണം. നല്ലോണം ഇറയണം. നമ്മൾ 2 വിസിലായി. അരിയെല്ലാം റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ
ഈ സവാളയും കറിവേപ്പിലയും നല്ലോണം വാട്ടിയെടുത്ത് വെച്ചിരുന്നതാണ്. നല്ലോണം അതും ഇതിൻ്റെ കൂടെ ഒരു തക്കാളി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തൈരും ചേർത്ത് ഉപ്പും ഇട്ട് ബാക്കി എല്ലാ മസാലകളും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. കണ്ടില്ലേ, എളുപ്പം ബിരിയാണി ആക്കാവുന്ന പരിപാടി തീർന്നു. കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് ഇനി അടുത്തൊരു കുക്കർ വെച്ചിട്ട് ഇത് ഒരു വിസിൽ കേൾപ്പിക്കണം. നമ്മൾ കുക്കറിനകത്ത് ഇനി എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ടിടണം. കണ്ടില്ലേ, ചിക്കൻ ഇട്ടു. മറിഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് എണ്ണ ഇളക്കണം. ഇളക്കിയിട്ട് മിക്സിയും നമ്മൾ അരച്ചതിൻ്റെ അത് കഴുകി ഒരു തുള്ളി വെള്ളം ഒഴിക്കണം. നമ്മൾ മിക്സി കഴുകിയ ഒരു തുള്ളി അത് അരപ്പെല്ലാം കൂടെ ഉണ്ടാകുമല്ലോ, അതിൻ്റെ ഒരു തുള്ളി വെള്ളവും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് ഇളക്കി കുക്കർ അടയ്ക്കണം. ഇനി അത് കിടന്ന് വേവട്ടെ. അപ്പോഴത്തെ നമുക്ക് ചോറ് ശരിയാക്കാം. നമ്മുടെ ചോറ് ഇവിടെ ശരിയായിട്ടുണ്ട്. നമ്മളെ റേഷനരിയുടെ അത് കണ്ടില്ലേ, നല്ല പയർ കണക്കിരിക്കും. ഇതേ കണക്കാക്കി എടുത്തിട്ട് ഒന്നീ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കളർ ഇത് ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടില്ലേ, ചെയ്തിട്ട് നമ്മൾ ഈ ചോറ് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇതിലോട്ട് ഈ ചോറ് കുറച്ചത് തട്ടണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ ചിക്കൻ ശരിയാക്കി വെച്ചേക്കുന്നത് അരപ്പോടുകൂടി ഇതിലോട്ടിട്ടണം. ഉണ്ടല്ലേ, സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. നല്ല അരപ്പോടുകൂടി ഇതിലിട്ടിട്ട് ബാക്കി ചോറ് അതിൻ്റെ മുകളിൽ തന്നെ ഇടണം. നമ്മുടെ ബിരിയാണി ഇവിടെ ശരിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ തട്ടിപ്പൊത്തി അതിനകത്തുള്ളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തന്നെ ഉള്ളി വറുത്ത് വെച്ചേക്കണം. നേരത്തെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില അതും വറുത്ത് വെച്ചേക്കണം. കുറച്ച് മല്ലിയില. ഇതില്ലേ, നമ്മളെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചെറിയ റെസിപ്പിയാണെന്ന് വിചാരിക്കരുത്. റേഷനരിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇതേപോലെ ഒരു സലാഡും ആക്കി വെച്ചിട്ടുണ്ട്. ഈ സലാഡും ഈ ബിരിയാണിയായിട്ട് എളുപ്പം തന്നെ നമുക്ക് കഴിക്കാം. ഇതൊന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് നല്ലോണം വെച്ചേക്കണം. ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിരുന്ന ഉടനെ തന്നെ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇനി അത് ചോറ് നമ്മൾ കഴിക്കുന്ന നേരത്ത് മാത്രം എടുത്താൽ മാത്രം മതി. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. എൻ്റെ റേഷൻ കട ബിരിയാണി കടയിലെ വെള്ള അരിയുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. നമ്മളെ ബിരിയാണി ഇവിടെ ഓക്കെ റെഡിയായി. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിക്കാൻ നേരത്ത് മാത്രം എടുത്ത് കഴിച്ചാൽ മാത്രം മതി. അന്നേരം മാത്രം മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം, എന്നാലേ ഇത് റെഡിയായി ആവിയെല്ലാം ഇതിനകത്ത് ഇറങ്ങി നല്ല തണുക്കുമ്പോൾ ചോറ് നല്ല ടേസ്റ്റായിരിക്കും. ഓക്കെ, താങ്ക് യു.